സ്റ്റോറീസ് ആൻഡ് സ്റ്റോറീസ്. അപ്പം നമുക്ക് മടപ്പെട്ടി ഒന്ന് തുറന്ന് കണ്ടാലോ. ഇതിനിപ്പം 1 2 3 4 അങ്ങനെ 4 ലെയറായിട്ടാണുള്ളത്. പക്ഷേ എൻ്റെ സാധനങ്ങൾ ഈ 4ലും കൂടാതെ ഞാനിതാ ഇങ്ങനൊരു പെട്ടി, പിന്നെ ഇങ്ങനൊരു പെട്ടി, അങ്ങനെ എല്ലാത്തിലുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പം തന്നെ എനിക്ക് കാര്യം മനസ്സിലായേണ്ടത് ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്ന്. അതന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ഗേൾസിനും ഇതുപോലൊരു അമടപ്പെട്ടി ഉണ്ടാവില്ലേ. ഞാനിത് പേരിട്ട് വിളിക്കുന്നതാണ് അമടപ്പെട്ടിന്ന് കേട്ടോ. ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഇതുപോലെയുള്ള ഇതുപോലെ ബോക്സ് ഉണ്ടാവുമായിരുന്നു. അതിൽ നിറയെ വള മാല ഒക്കെ ഉണ്ടാവുമായിരുന്നു. പണ്ടൊക്കെ എനിക്ക് എല്ലാവരും വളയും മാലയും ഒക്കെ മേടിച്ചു തരുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മുത്തുമാല മുത്തുവള അങ്ങനത്തെ ഒക്കെ ഓരോന്ന് യൂസ് ചെയ്യില്ലേ. അപ്പോൾ ഇപ്പം ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഒറ്റയ്ക്ക് വരുന്നതാണ്. അമടപ്പെട്ടീനെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ പെട്ടി ഫുൾ ഓഫ് SM സ്ട്രീറ്റ് കാലിക്കറ്റാന്ന് തന്നെ പറയാം. കാരണം ഞാൻ അധികം SM സ്ട്രീറ്റിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം നരിക്കുനിന്ന് നമ്മൾ സ്വന്തം നരിക്കുനിന്ന് വാങ്ങിയിട്ടുണ്ടാകും. ബാക്കി ഒരു 3/4 ഭാഗം സാധനങ്ങൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് SM എന്നാണ്. SMൽ നിങ്ങൾക്ക് അറിയായിരിക്കും ചൈനീസ് ബസാർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഈ ചൈനീസ് ഐറ്റംസിനോട് നമുക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവില്ല. അവരുടെ ഓർണമെൻറ്റ്സൊക്കെ ഭയങ്കര ക്യൂട്ട് ഓർണമെൻറ്റ്സ് ആയിരിക്കും. അതിൽ തന്നെ ഫസ്റ്റ് ഒരു സാധനം കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ഞാൻ വളരെ മുന്നേ വാങ്ങിയാണ്. എനിക്ക് ഒന്ന് 15 രൂപയോ അങ്ങനെയുള്ളൂ ഇതിന്. അപ്പോൾ ഇത് നല്ല ക്യൂട്ടല്ലേ. ഇത് ഞാൻ എങ്ങനെ ഇടുക വെച്ചാൽ ഇവിടെ ഞാൻ അധികം മുടി അഴിച്ചിടുന്ന സമയത്ത് ഇവിടെ പുറകിൽ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഞാൻ അല്ലാതെ ക്യൂട്ടായിട്ട് കാണിച്ചത്. കുഞ്ഞു മക്കൾക്കൊക്കെയാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ട് മേടിച്ചാണ്. പിന്നെ ഇവിടെ കുടിക്കില്ല കാണിച്ചത് കേട്ടോ. പൂക്കി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത്. അതേപോലെ വേറൊരു സാധനമാണ് ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു മുടിക്കുടിക്കാണ്. പക്ഷെ ഇതിൻ്റെ മുകളിൽ ആ മുത്തുള്ളതിനെ കൊണ്ട് നമുക്ക് ആ മുത്തിൻ്റെ മുകളിലൊരിത് കണ്ടോ, അതുകൊണ്ട് മുടി കുടുങ്ങും. അതുകൊണ്ട് മുടി കൊടുക്കാൻ പറ്റില്ല. ഞാൻ അധികം കൈമലാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഹെയർ ഐറ്റംസ് കാണാം കണ്ട. ഇത് 30 രൂപയ്ക്ക് ഞാൻ മേടിച്ച എൻ്റെ പൂമ്പാറ്റ ക്ലിപ്പുകളാണ്. നല്ല ഭംഗിയാണ്. ഇത് 30 രൂപയ്ക്ക് ചൈനീസ് ബസാറിൽ നിന്ന് 4 എണ്ണം. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിയാണ്. ഒരു ജോഡിയും കൂടി ഞാൻ അതേപോലത്തെ വേറെ ഗ്ലാസ് ടൈപ്പ് വാങ്ങിയായിരുന്നു. അതെൻ്റെ കസിൻസിന് കൊടുത്തു കേട്ടോ. പിന്നെ ഇത് വെറും 15 രൂപയ്ക്ക് ഞാൻ വാങ്ങിയാണ്. നല്ല റിച്ച് ലുക്കില്ലേ, നല്ല ലുക്കില്ലേ ഇത്. നല്ലോണം വർക്കൊക്കെ ഉള്ള ടൈപ്പ്. പക്ഷേ വെറും 15 രൂപയുള്ളൂ. പുറത്തെ ഫാൻസിന് ഈ ഒരു റേറ്റിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ജസ്റ്റ് ഒരു മുടിക്കുടുക്കി. പിന്നെ ഇതൊരു ബ്ലാക്ക്. ഇതൊക്കെ ഡെയിലി ഞാനിങ്ങനെ ബാക്കോട്ട് ജസ്റ്റ് കെട്ടി വെക്കാറാണ്. അപ്പോൾ എനിക്ക് ഡെയിലി വേണമല്ലോ. പിന്നെ ഇത് ഉത്സവപ്പറമ്പെന്ന് വാങ്ങിയാണ് കണ്ടപ്പോഴോ. ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാൻ കെട്ടി യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ ഇത് ഞങ്ങൾ പുട്ടപ്പ് ചെയ്യുക മുടി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ അമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് കെട്ടും പോലെ കെട്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് കുറച്ച് മുടി ബാക്കി പുറത്തേക്ക് ഇട്ടിട്ട് ഉണ്ടാവും. അപ്പോൾ എനിക്കത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതിയോ. അപ്പോൾ കുഞ്ഞി ക്ലിപ്പ് മതി. അപ്പോൾ അതിനാണ് ഞാനിത് കുട്ടി സാധനമൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഓരോന്ന് മാറ്റി യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ വാങ്ങിയത് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. ശരിക്കും 7 എടുത്ത് പിരിച്ചിട്ടിടുന്നവർക്കൊക്കെ ഇത് നല്ലതാണ്. പക്ഷേ ആ ഒരു സ്റ്റൈലിങ് ഞാൻ ചെയ്യാറില്ല. ഞാൻ ശരിക്കും പുട്ടപ്പയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് പിന്നെ ടിക്ക് ഇതിൻ്റെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങി വീണു പോയി. അത് മിസ്സായിപ്പോയി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത്. ഇത് പിന്നെ ഒരു സാദാ ക്ലിപ്പ്. ഇത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ക്യൂട്ട് ടിക്ക്. ഇതിൻ്റെ 2 എണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് മിസ്സായിപ്പോയി. നല്ല ഭംഗിയുള്ള സാധനമാണ്. പിന്നെ ഇതിനകത്തുള്ള ഈ ഐറ്റംസൊക്കെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഹെയർ ഐറ്റംസാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ചൈനീസ് ബസാറിന് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ വാങ്ങിയ സാധനങ്ങളാണ്. ഇനി നമുക്ക് കാണാനുള്ളത് കമ്മലുകളാണ്. കമ്മലുകൾ അല്ലേ. ഇതിലാണ് ഞാൻ കമ്മലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്മലെന്ന് പറഞ്ഞാൽ ഇതിന് ഏകദേശം ഒരു 6 വർഷത്തിനടുത്ത് പഴക്കമുണ്ടാവും. 5 വർഷം എന്തായാലും കഴിഞ്ഞു. കാരണം ഇത് എൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു ഈടിൽ മേടിച്ച ഒരു കമ്മലാണ് കേട്ടോ. 800 സംതിങ് ആയിരുന്നു ഇതിൻ്റെ വില. അപ്പം പക്ഷേ അതിനർത്ഥം വേർത്താണ്. കാരണം ഇതിപ്പം ഒരു
5 വർഷം 6 വർഷത്തിനടുത്തായി. അപ്പോൾ ഇതുവരെ അത് കണ്ടോ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള മുത്തുകൾ 1 2 പോയിട്ടുണ്ട്. അത് അങ്ങനെ പോയതല്ല, നിച്ചുമോൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണിട്ട് പോയതാട്ടോ. അവൻ ഈ പെട്ടി ഇടയ്ക്കിടയ്ക്ക് സെർച്ച് ചെയ്യുന്ന അവൻ്റെ ഒരു ഹോബിയാണ്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ സാധാരണ കുട്ടിയൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആയിക്കില്ലേ, അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കാൻ. ഇതിൻ്റെ അകത്ത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലോ. ഇത് പിന്നെ ഞാൻ SM സ്ട്രീറ്റ് ബംഗാളിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാണ്. ഇത് ഒരു യെല്ലോ ചുരിദാറിന് ഞാൻ പെയർ ചെയ്യുന്നതാണ്. പെട്ടെന്നൊരു കല്യാണത്തിന് പോകുമ്പോൾ മേടിച്ചത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കല്യാണ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴാണ് അധികം ഇങ്ങനെ പോയിട്ട് മേടിക്കുക. അല്ലാതെ എനിക്ക് ഡെയിലി ബേസിസിൽ വലിയ കമ്മലൊന്നും ഇടാൻ പാടില്ല ആസ് എ നേഴ്സ്. പിന്നെ ഇത് ഞാൻ ബംഗാളിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി 40 രൂപയ്ക്ക് വാങ്ങിയ കമ്മലാണ്. നമുക്ക് പാവാടയും ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. ഒരുപാട് കാലമായി ഞാനത് യൂസ് ചെയ്യുന്നു. എൻ്റെ കമ്മലുകളൊക്കെ ഡെയിലി യൂസ് ചെയ്യാത്തതിനെ കൊണ്ട് എനിക്ക് കുറേ കാലം കിട്ടും. പിന്നെയും നിച്ചുമോൻ പൊട്ടിക്കുന്നതിനെ കൊണ്ടാണ് പോയി പോവുക. ഇത് പിന്നെ എനിക്ക് നാത്ത മേടിച്ചതാണ്. ഇതിന് എനിക്ക് പറ്റിയൊരു ചിക്കൻ കറി കുർത്തിയുണ്ട്. ഇത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഈ വർക്കൊക്കെ വരുമ്പോൾ നല്ല മാച്ചിങ് ആണ്. പിന്നെ ഇത് ഒരു ബ്ലൂ, ഇതും അവൾ തന്നെ മേടിച്ചതാണ് കേട്ടോ, പൊന്നു മേടിച്ചതാണിത്. ഇത് നല്ല ഭംഗിയില്ലേ. പിന്നെ ഇത് എല്ലാവരുടെ കയ്യിലുണ്ടാവും തോന്നുന്നു, ഈ ഒരു ടൈപ്പ് ജിമിക്കില്ലേ, എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ്. ഇത് പിന്നെ മാട്ടി ഞാൻ ഓണത്തിൻ്റെ സമയത്തേക്ക് മേടിച്ചായിരുന്നു. പിന്നെ ഇതൊരു നോസ് പിന്നാണ്. ഞാൻ മുഖകുത്തിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാനൊക്കെ എനിക്കിഷ്ടമാണ്, അങ്ങനെ വാങ്ങിയാണ്. അതിന് 18 റുപ്യ അങ്ങനെയല്ലോ. പിന്നെ ഉള്ളത് ഇതൊരു ഓണത്തിൻ്റെ സമയത്തേക്ക് ഞാൻ വാങ്ങിയ കമ്മലാണ്. കണ്ടതിൻ്റെ അകത്ത് ലക്ഷ്മി ദേവിയൊക്കെ ഉണ്ട്. ഒരുപാട് വർക്കുള്ള ഒരു കമ്മലാണ്. 120 റുപ്പീസ് ആയിരുന്നു. അതിന് വേർത്താണ് അല്ലേ. 120-നൊക്കെ ഇത് കിട്ടുക പറഞ്ഞാൽ ലാഭമല്ലേ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ്. ക്യൂട്ടല്ലേ, അതിൻ്റെ ഇടയിൽ ഒരു മുടി. ഇനി നമുക്ക് വള സെക്ഷൻ കണ്ടാലോ. അപ്പോൾ ഇത് കുപ്പിവളയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവള. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാണോ കുപ്പിവള? എൻ്റെ അടുത്ത് ഒരുപാട് ടൈപ്പ് കുപ്പിവള ഉണ്ടായിരുന്നു. ഇത് കുപ്പിവള അല്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഈ നെക്സ്റ്റ് 40 രൂപയ്ക്ക് ഒരു 6 നെരുക്കിന് വാങ്ങിയാണ്. നല്ല വളയാണ്, എനിക്കിഷ്ടമാണ്. എനിക്ക് വളകൾ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സിനനുസരിച്ച് വള പെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് കുപ്പിവളകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചുമോൻ ഇത് ജസ്റ്റ് നിലത്തിടുന്നു പൊട്ടിക്കുന്നു. അതെൻ്റെ ഒരു ഭയങ്കര ഹോബിയാണ്. അങ്ങനെ എനിക്കൊരു സെറ്റ് കറുപ്പ് കുപ്പിവള ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊറ്റിയൊന്നേ ഉള്ളൂ, അത്രയും അവൻ പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ ഇതിൽ കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്നും പൊട്ടുന്നുണ്ട് കേട്ടോ. എന്നാലും ഇതിൻ്റെ മുക്കാലും പൊട്ടിച്ച ആൾ തന്നെയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊട്ടുന്നത് കാണാൻ. പിന്നെ വളകൾ ഇതിലും അറേഞ്ച് ചെയ്തിട്ട് നിൽക്കാനായിട്ട് ഞാൻ വേറെ പെട്ടിയിലൊക്കെ ഇട്ടിരിക്കും. കണ്ടോ, ഇതൊരു ഗോൾഡൻ കളർ വള. ഞാനൊരു സാരിക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അധികവും ഞാൻ സാരി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ കറക്റ്റ് വള യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് വള ഭയങ്കര ക്രേസാണ്. പിന്നെ ഈ കുപ്പിവള കാണുമ്പോൾ ആക്രാന്തത്തിന് വാങ്ങുന്നതാണ്. ചിലപ്പോൾ ആ കളർ ഡ്രസ്സൊന്നും എനിക്കുണ്ടാവില്ല. എന്നാലും ഞാൻ ഉടുപ്പുകളിടും. ഞാൻ അധികം ജീനും ടോപ്പാണ് ഇടുക. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഉടുപ്പിടും. ശരിക്കും മഴക്കാലത്ത് ഞാൻ അധികം ഉടുപ്പുകളാണ് യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതിന് ആപ്റ്റായിട്ട് ഞാൻ അധികം കുപ്പിവള യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ സാരിക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, മല്ലിക കളറും ഗോൾഡൻ കളറും ചേർന്നൊരു സാരിയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഈ അടുത്ത് വാങ്ങിയൊരു വളയാണത്. അത് കുപ്പിവളയല്ല, സാധാരണ കമ്പിവള. പിന്നെ ഞാനൊരു വയലറ്റ് വള കണ്ട. ഈ കളർ ഡ്രസ്സ് സത്യത്തിൽ എനിക്കില്ല, പക്ഷെ ആ വള കണ്ട് ഇഷ്ടത്തിന് മേടിച്ചാണ്. പക്ഷേ എനിക്കൊരു ചന്ദന കളർ ഉടുപ്പുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ ഇടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ വള യൂസ് ചെയ്യുക. വള എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. ഓരോരുത്തർക്ക് ഓരോ ഇതായിരിക്കില്ലേ ക്രേസ്. ചിലർക്ക് കമ്മലായിരിക്കും അല്ലേ. കമ്മൽ ഞാൻ മേടിച്ച് നോക്കും, പക്ഷെ അങ്ങനെയൊന്നും ഇടില്ല. പക്ഷെ വള ഞാൻ മേടിക്കും, പക്ഷെ ഞാൻ ഇടുകയും ചെയ്യും. അപ്പോൾ ഈ വള നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വളയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വള സെക്ഷൻ. ക്യൂട്ടല്ലേ. ഇനി അടുത്തതാണ്, ഇതൊരു പെന്നാണ്. ഇത് നിച്ചുമോന് അമ്മയല്ല ഏട്ടൻ കൊണ്ട് കൊടുത്തൊരു പെന്നാണ്. അത് ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ എൻ്റെ ഈ പെട്ടിയിൽ ഇട്ടിച്ചു. പിന്നെയുള്ള ലാസ്റ്റ് പോർഷനാണ് ഇതെൻ്റെ നെയിൽ പോളിഷ് റിമൂവറാണ്. അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഒരു സമയത്ത് ഈ മറ്റേ ബീച്ചിലൊരു ഇതില്ലായിരുന്നോ, ഫെസ്റ്റില്ലായിരുന്നോ, കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെസ്റ്റായിരുന്നു, എനിക്ക് പേരിട്ടത്തില്ല. ആ സമയത്ത് ഭിന്നശേഷിക്കാരായ കൊച്ചുങ്ങളുണ്ടാക്കിയ ഇതാണ്. പക്ഷേ ഇതിന് ഞാൻ സാധാ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങി കേട്ടോ. പക്ഷേ ഇതും വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. ഈ മുത്തുകളൊക്കെ നല്ലതാണ്. ജസ്റ്റ് കളർ പോയിട്ടുള്ളെങ്കിലും ഇതിൻ്റെ ഈ ബാൻഡ് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോയില്ല. പിന്നെ ഇതെനിക്കിഷ്ടമാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചൈനീസ് ലുക്കുള്ള സാധനങ്ങളാണ്. ചൈനീസിൻ്റെ സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. അങ്ങനെയല്ല, ചൈനീസിൻ്റെ ഓർണമെൻറ്റ്സൊക്കെ ഭയങ്കര ക്യൂട്ടല്ല. അവർ യൂസ് ചെയ്യുന്ന മാലകൾ ഇതിങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ നമ്മളിങ്ങനെ
അങ്ങനെ പോകുമ്പോൾ തൂങ്ങി കിടക്കുന്നതാണ് നല്ല രസമാണ്. പിന്നെ ഇതിലെന്താ ഞാൻ വെച്ചിരിക്കുന്നത് വെച്ചാൽ എൻ്റെ അയണിൻ്റെ ടാബ്ലറ്റാണ്. എനിക്ക് ഒരു കാലത്ത് അയൺ ഈ HB ഒരു കാലത്തും നോർമലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കറൻ്റ്ലി 10 ആണ്. പക്ഷെ മുക്കുളി കുടിക്കാൻ എനിക്ക് നല്ല മടിയാണ്. ഞാൻ 4 ദിവസം അനാർ കഴിക്കും, 4 ദിവസം കാരക്ക തിന്നും, പിന്നെ അതൊക്കെ കഴിക്കുന്നൊക്കെ നിർത്തും. അതാണ് എൻ്റെ പരിപാടി. ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ഓഫ് ചുമ, പനി, തലവേദന, അങ്ങനത്തെ പണികളൊക്കെ എന്നെക്കൊണ്ട് നന്നായിട്ട് ഡ്രോപ്പായിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ വാങ്ങിയത് അത് വാവ ഹോസ്പിറ്റലായപ്പോൾ വാവയ്ക്ക് വേണ്ടിയിട്ട് നെയിൽ കട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് ഇവിടെ ആയിപ്പോയതാണ്. പിന്നെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ നമ്മൾ മറന്നു. പിന്നെ എന്തായാലും അടുത്ത മാസം ആൾ ഇവിടെ വരുമല്ലോ. അപ്പോൾ വാവാച്ചീൻ്റെ നെയിൽ കട്ടർ. പിന്നെ ഇതാണ് മക്കളെ ലിപ്പ് ലൈനർ എന്ന് പറയും. ഇത് ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വാങ്ങിയതാണ്. എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ലിപ്സ്റ്റിക്ക് ഇടാനൊക്കെ ഒരു പൂതി വരും കേട്ടോ. ആ സമയത്ത് ഞാൻ ഇട്ട് നോക്കുമ്പോൾ എനിക്കൊരു ലിപ് കളർ, ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്ക് ഇടുമ്പോൾ എനിക്ക് ആപ്റ്റായി തോന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ഇടുന്നതിലും ഇഷ്ടമിടാത്തതാണ്. അതായത് എനിക്ക് പറ്റിയൊരു ഷെയ്ഡ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇടുമ്പോൾ ഫ്രണ്ട്സൊക്കെ പറയും രസമുണ്ടെന്ന്, പക്ഷേ എനിക്ക് രസം തോന്നാറില്ല. അതാണ് പ്രശ്നം. അപ്പം ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് നോക്കാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇത് ഏതാ ഷെയ്ഡ് അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, വെറുതെ പൈസ കളഞ്ഞൊരു സാധനമാണ്. പിന്നെ ഇതൊരു ലിപ്സ്റ്റിക്ക്. ഇത് എല്ലാവർക്കും ചേരുന്നു പറഞ്ഞിട്ട് ഒരു ടോണിക്കിൻ്റെ മണമുള്ള ഒരു ലിപ് ഷെയ്ഡ് ഇറങ്ങിയില്ല അതിനോ. ഇതെത്രയാണ്, DL825 ഇതെല്ലാവർക്കും ഷെയ്ഡുന്ന ഒരു വൈറൽ ഷെയ്ഡ് ഇറങ്ങിയ സമയത്ത് ഡാസ്ലറിൻ്റെ ഒരു വൈറൽ ഷെയ്ഡ് എല്ലാവരും യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അതാണ് സാധനം. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് ചെയ്തു. ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ പുകവലിക്കുന്ന ആൾക്കാരില്ലേ, അവരെ ചുണ്ട് പോലെ ഉണ്ടാകും ഞാൻ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുതരാം. വെറുതെ ഈ ആമാളപ്പെട്ടി ഫുള്ള് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരിക. അപ്പം ഇതാണ് എൻ്റെ ആമാളപ്പെട്ടി വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇത്രയും കാലമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും കേട്ടോ. അപ്പോൾ സൗണ്ടൊന്നും ഇതുവരെ ശരിയായിട്ടില്ല, പെട്ടെന്നെല്ലാം മാറാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.